ആൻഡ് ഫൈനലി ആപ്പിൾ M5 എന്ന പുതിയ മെമ്പറിനെ ഫാമിലിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിട്ടാണ് ഈ ഒരു ഇവൻ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റുകൾ വന്നിരിക്കുന്നത് ഞാനൊന്ന് മാറ്റാണ്. കാരണം പ്രൊഡക്റ്റ് വന്നിരിക്കുന്ന ഡിസപ്പോയിൻമെൻ്റ് അല്ല, പക്ഷേ ആപ്പിൾ റിലീസ് ചെയ്ത രീതി ഭയങ്കര സ്ട്രേഞ്ചാണ്. ഇന്നേ വരെ കാണാത്തൊരു രീതിയിലാണ് ആപ്പിൾ ഈ ഒരു M5 എന്ന പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണെന്നല്ല എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതേപോലെ അടിപൊളിയായ ആപ്പിളിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് വിയർ ബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. പൊതുവെ ആപ്പിളിൻ്റെ രീതി അനുസരിച്ച് ഒരു പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുമ്പോൾ അതിലൊരു ആഡ് 1-2 മിനിറ്റിൻ്റെ ഒരു ആഡോ അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിൻ്റെ വലിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തെങ്കിലും റിലീസ് ചെയ്യും. പക്ഷേ ഇതെങ്ങനെയാണ് റിലീസ് ചെയ്തത്? ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് നമ്മുടെ ക്രീക്ക് എക്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ഇട്ടു, സംതിങ് പവർഫുൾ ഈസ് കമ്മിങ്. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അടിയിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ചെറിയൊരു മോഷൻ ഗ്രാഫിക്സ് ഉണ്ടായിരുന്നു. ഒരു വി പോലെ, റോമൻ ലെറ്ററിൽ വി പോലെ വന്നിട്ട് മാക്കിൻ്റെ ചെറിയൊരു ഗ്ലിംസ് വന്നു പോകുന്നത്, അത് മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പ്രൊഡക്റ്റിനെ പറ്റി യാതൊരു വീഡിയോസോ ഡെഡിക്കേറ്റ് ആയ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും ആപ്പിൾ കാണിച്ചിട്ടില്ല. അതിന് മേജറായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. പക്ഷേ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ പ്രസ് റിലീസ് ചെയ്തപ്പോൾ ജസ്റ്റ് ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തു. യാതൊരു കാര്യങ്ങളോ യാതൊരു മാറ്റങ്ങളോ ഇതിനു വേണ്ടി ഒന്നും ആപ്പിൾ അവരുടെ ആഡായിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആയിട്ടോ കൊണ്ടുവന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്തു, അത്രയേ ഉള്ളൂ. പക്ഷേ ഡീറ്റെയിൽസ് എല്ലാം ഈ പറഞ്ഞ വെബ്സൈറ്റിലാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഏറ്റവും ആദ്യം വന്നിരിക്കുന്ന ഫാമിലി മെമ്പറിൽ ആദ്യത്തെ ആളെ M5 നോക്കാം. ഇവൻ മാത്രമാണ് വന്നിരിക്കുന്നത്. ഇവൻ്റെ കൂടെയുള്ള ബാക്കി സിബ്ലിങ്സ് ആരും വന്നിട്ടില്ല. അതായത് M5 അൾട്രയോ M5 പ്രോയോ M5 മാക്സോ ഒന്നും ഇവൻ്റെ കൂടെ ഇല്ല. ജസ്റ്റ് M5 മാത്രമാണ് ഈ ഒരു വട്ടം നമ്മളിവിടെ വന്നിരിക്കുന്നത്. എന്താണ് ഇവൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ചിപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മെമ്മറി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ന്യൂറൽ ആക്സിലറേഷനോട് കൂടെ തന്നെ നമുക്കിപ്പോൾ LLM അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡലോ അല്ലെങ്കിൽ AI ടാസ്കോ ഹെവി ആയിട്ട് റെൻഡറിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഈ പറയുന്ന ബെറ്റർ ആയിട്ടുള്ള എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് നമുക്ക് പ്രോസസ്സുകൾ വേഗം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഡിവൈസിൻ്റെ ബാൻഡ് വിത്തും ന്യൂറലായുള്ള കാര്യങ്ങളിലെ ആക്സിലറേഷനും നല്ല രീതിക്കാണ് ആപ്പിൾ കൂട്ടിയിരിക്കുന്നത്. ഇവൻ തോ ഇപ്പോൾ M4 ആയിട്ട് കമ്പയർ ചെയ്താൽ പോലും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ഈ പറഞ്ഞ ഡിവൈസിൻ്റെ പ്രോസസ്സിങ് ഈ ഒരു ചിപ്പ് സെറ്റിൽ നടക്കുന്നത്. സോ M5 എന്ന ചിപ്പ് സെറ്റിൽ ഇവൻ മാത്രമാണ്, അല്ലെങ്കിൽ M5 ഫാമിലിയിൽ ഇപ്പോൾ ഇവൻ മാത്രമാണ് വന്നിരിക്കുന്നത്. ഇവനെ വെച്ചുകൊണ്ട് 3 പ്രൊഡക്റ്റുകളും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ iPad Pro M5, രണ്ടാമത്തെ M5 MacBook Pro, മൂന്നാമത്തെ വിഷൻ പ്രോ M5 എന്നിങ്ങനെ 3 പ്രൊഡക്റ്റും ഇവനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ M5 വെച്ചുകൊണ്ട് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഐപാഡിൽ സ്റ്റാർട്ട് ചെയ്യാം. ഐപാഡിൽ നമുക്ക് യാതൊരു ഡിസൈൻ ചെയ്തോ ലുക്കോ ഒന്നും വ്യത്യാസമില്ല. ജസ്റ്റ് കഴിഞ്ഞ കൊല്ലത്തെ അതേ ബോഡിയിൽ ആപ്പിൾ പുതിയ ചിപ്സെറ്റ് വെച്ചു. പക്ഷേ കുറച്ച് മാറ്റങ്ങൾ ഇതിൻ്റെ ഇൻറ്റേർണലി ആപ്പിൾ വരുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു ചിപ്പ് മാത്രമല്ല, കുറേയധികം ചിപ്പുകൾ സെല്ലർ മോഡലായിട്ടുള്ള ഐപാഡിലാണ് ആപ്പിൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഐഫോൺ സീരീസിൽ വന്ന C1X എന്ന് പറഞ്ഞ ചിപ്സെറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. N1 എന്ന ചിപ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഇംപ്രൂവ് ആയിട്ടുള്ള ത്രെഡ് കണക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. Wi-Fi 7, Bluetooth 6 എന്നിങ്ങനെ എല്ലാം ടോപ്പ് നോച്ചായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ആപ്പിൾ ഇൻഹൗസ് ചിപ്സെറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി എഫിഷ്യൻസി ലഭിക്കാൻ വേണ്ടിയാണ് ഐപാഡിൽ ഈ ഓരോ ചിപ്സെറ്റും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും നാൾ നമ്മൾ കേട്ടുന്ന കംപ്ലൈൻ്റ് ആയിരുന്നു വൈഫൈ ഐപാഡിൽ കുറച്ചുകൂടെ ബാറ്ററി ഉണ്ടായിരുന്നു, സെല്ലർ ഐപാഡിൽ ബാറ്ററി ഉണ്ടായിരുന്നില്ല എന്ന്. സോ ആ ഒരു കംപ്ലൈൻറ്റും കൂടെ കുറക്കാൻ വേണ്ടിയാണ് ആപ്പിൾ ഇതെല്ലാ ചിപ്സെറ്റും കൊടുത്ത് ബാറ്ററിയും പെർഫോമൻസും ഇമ്പ്രൂവ് ചെയ്യാനും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ ഐപാഡിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് ഡിസ്പ്ലേ സപ്പോർട്ട് എന്ന് പറയുന്നത്. 6Kയിൽ നമുക്ക് 60 ഹെഡ്സ് വരെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ 4Kയിൽ 120 ഹെഡ്സ് വരെ നമുക്ക് സപ്പോർട്ട് ഇടുന്നുണ്ട് XDR പ്രോ ഡിസ്പ്ലേയിൽ. അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചപ്പോഴാണ് ഈ ഒരു പ്രോ XDR ഡിസ്പ്ലേയുടെ ഒരു ചെറിയ ഹിൻഡ് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. മേ ബി ഇനി വരാൻ പോകുന്ന ഒരു പുതിയ സ്റ്റുഡിയോ ഡിസ്പ്ലേയോ അല്ലെങ്കിൽ പുതിയ ഒരു XDR പ്രോ ഡിസ്പ്ലേയോ വെച്ച് ഹിൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ആപ്പിൾ ഈ ഒരു കാര്യം പറഞ്ഞത്. അടുത്തൊരു പ്രൊഡക്റ്റാണ് M5 MacBook Pro എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് യാതൊരു ചേഞ്ച് ഡിസൈൻ വൈസ് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഡിസ്പ്ലേ ആയിക്കോട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഡിസ്പ്ലേയും
ഐപാഡിലും സെയിം ആണ്, മാക്ബുക്കിലും സെയിം ആണ്. യാതൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ രണ്ട് ഡിവൈസിലും ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ള. അടുത്തത് പിന്നെ എന്താണ് ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ ചിപ്സെറ്റിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ചിപ്സെറ്റിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പറഞ്ഞ ന്യൂറോ ആക്സിലേറ്റർ വന്നിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ബാൻഡ് വിഡ്ത്ത് വന്നിട്ടുണ്ട്. മെമ്മറി കുറച്ചുകൂടി എക്സ്പാൻഡ് ആയിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ആയെന്ന് വെച്ചാൽ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുണ്ട്. ഈ പറഞ്ഞ ലാർജ് ലാംഗ്വേജ് മോഡൽ യൂസ് ചെയ്യുന്നവർക്കോ ഹെവി ടാസ്ക് ചെയ്യുന്നവർക്കോ നമുക്ക് ഓൺ സ്പോട്ട് റെൻഡറിങ് ചെയ്യുന്ന ആൾക്കാർക്കോ ഇവർക്കെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് അവരുടെ ഔട്ട് ലഭിക്കാനായിട്ട് ഈ ഒരു ഡിവൈസ് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 16 ഇഞ്ചിലും 14 ഇഞ്ചിലും ഈ ഒരു മാക്ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. കളേഴ്സും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ യൂറോപ്യൻ യൂണിയനിൽ നമുക്ക് ചാർജിങ് ബ്രിക്ക് ലഭിക്കില്ല എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. നമുക്ക് യൂഷ്വലി വരുമ്പോൾ ഈ പറഞ്ഞ ചാർജിങ് ബ്രിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 70 വാട്ടോ 60 വാട്ടോ ചാർജിങ് ബ്രിക്കും കേബിളും മാക്കിൽ ലഭിക്കുമെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ ഇപ്പോൾ ചാർജിങ് ബ്രിക്കും ലഭിക്കില്ല എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് M5 വിഷൻ പ്രോ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഡിവൈസിൽ ഡിസൈൻ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനത് ഓക്കെ അക്സെപ്റ്റ് ചെയ്യും. കാരണം ആപ്പിളിൻ്റെ കുറേയധികം നാളിലെ കഷ്ടപ്പാടുകൊണ്ടാണ് ആ ഒരു ഡിസൈൻ ആപ്പിൾ റിലീസ് ചെയ്തത്. സോ ആ ഒരു ഡിസൈനിൽ ഫണ്ടമെൻ്റലായ കുറേയധികം സെൻസേഴ്സും ക്യാമറാസും എല്ലാം ആപ്പിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ഡിസൈൻ ചേഞ്ച് കൊണ്ടുവരാൻ പറഞ്ഞാൽ അത് ആ ഒരു കമ്പനിക്ക് മാത്രമല്ല ആ ഒരു ഡിവൈസിലും കുറേയധികം അറ്റകുറ്റപ്പണികൾ ചെയ്ത് തീർത്താൽ മാത്രമാണ് ഒരു പുതിയ ഡിവൈസ് അല്ലെങ്കിൽ പുതിയ ഡിസൈൻ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഒരു കാര്യത്തിൽ ഞാനിതിൽ വലിയ എന്താ പറയുക കുഴപ്പം പറയില്ല. കാരണം ഡിസൈൻ ഓക്കെയാണ്. പക്ഷേ ഈ ഒരു ഡിവൈസിൽ M5 എന്ന ചിപ്സെറ്റാണ് പുതുതായിട്ട് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ചിപ്സെറ്റും M5ഉം R1ഉം ഈ രണ്ട് ചിപ്സിലാണ് ഈ ഒരു ഡിവൈസിനെ പവർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പുതിയ ബാൻഡ് കിറ്റും ആപ്പിൾ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരത്തെ കിട്ടിയത് ജസ്റ്റ് ഒരു ബാൻഡ് ബാക്കിൽ കൂടെയും പിന്നെ പൊക്കത്ത് നമുക്കൊരു എന്താ പറയുക അഡ്ജസ്റ്റിംഗ് സ്ട്രാപ്പ് ആയിരുന്നു. ആ ഒരു സെയിം അഡ്ജസ്റ്റിംഗ് സ്ട്രാപ്പ് പോലെ തന്നെ നമുക്കൊരു പുതിയ ഒരു ഹെഡ് ബാൻഡും കൂടെ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രോഡക്റ്റിലെല്ലാം ഇപ്പോൾ M5 വെച്ച് പവർ ചെയ്തുകൊണ്ടാണ് ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഡിവൈസൊക്കെ ആർക്കാണ് യൂസ്ഫുൾ ആവുന്നത്, ആരാണ് ഈ ഡിവൈസ് പർച്ചേസ് ചെയ്യുന്നത് വെച്ചാൽ ആസ് എ നോർമൽ കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു നോർമൽ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് ആവശ്യമില്ല. ഒരു ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റി ഇപ്പോൾ നിങ്ങളുടെ മാക്ബുക്കിൽ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുതിയ M5 എടുക്കാനും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ ഒരു ഹെവി ടാസ്ക് ചെയ്യുന്ന ഒരു എൻജിനീയറോ അല്ലെങ്കിൽ ഒരു ഡെവലപ്പറോ ആർക്കിടെക്ചറോ ഈ പറയുന്ന LLM അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽ AI യൂസ് ചെയ്ത് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ ഡിസൈൻ ചെയ്യുക, അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇപ്പോൾ ഈ പറയുന്ന മാക്ബുക്ക് ആയിക്കോട്ടെ ഐപാഡ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി കറക്റ്റായിട്ട് യൂസ്ഫുള്ളാണ്. ഹെവി ടാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓൺ സ്പോട്ടിൽ നമുക്ക് ഡിവൈസിൽ എഡിറ്റ് ചെയ്യണം, ഓൺ സ്പോട്ടിൽ നമുക്ക് റെൻഡർ ചെയ്യണം. അങ്ങനത്തെ ഒക്കെ ടാസ്ക് വരുമ്പോൾ ഫാസ്റ്റ് ക്വിക്കായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. കാരണം ഈ ഡിവൈസിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഓരോ ചിപ്സെറ്റും പവർ ഹൗസ് ആണ്. ആ പവർ ഹൗസ് അല്ല, പക്ഷെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചിപ്സെറ്റും അതോടൊപ്പം എഫിഷ്യൻസിയും ഈ പറഞ്ഞ M5 നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഒരു നോർമൽ കൺസ്യൂമർ ആണെങ്കിൽ ഈ ഒരു ഡിവൈസ് ഇപ്പോൾ ചാടിക്കയറി എടുക്കണ്ട. പക്ഷേ ഈ ഒരു ഡിവൈസ് റിലീസ് ആയതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ഡിവൈസിൻ്റെയും ഐപാഡിൻ്റെയും മാക്ബുക്കിൻ്റെയും പ്രൈസ് ഡിമിനിഷ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിനെപ്പറ്റി നമുക്കൊരു കംപ്ലീറ്റ് ഗൈഡ് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ എടുത്തോട്ട് അത് കമൻറ്റ് ചെയ്യാം. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് ആർക്കൊക്കെയാണ് ഇപ്പോൾ ഈ 25-26 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 25-26 ഇയറിൽ കറക്റ്റ് ഐപാഡും മാക്ബുക്കും നമുക്കൊരു വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്യാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പുതിയ ഐപാഡും മാക്ബുക്കും വിഷൻ പ്രോയും M5 പറ്റി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുതന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും എല്ലാം വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Sebin Xavier signing from Evika.